എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഇപ്പം പ്ലേ ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ബുക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മളൊരു പുതിയ അധ്യായം എടുക്കാൻ പോവുകയാണ്. അതായത് ചാപ്റ്റർ 22, 22ാമത്തെ അധ്യായമാണ്. അതിന് സ്വാമി മുക്താനന്ദ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് വിഷൻ ഓഫ് മൈ ഓൺ ഫോം. അതിൻ്റെ അർത്ഥം അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുമ്പം അദ്ദേഹത്തിനെ തന്നെ കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ അങ്ങ് തീർക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതായത് മെഡിറ്റേഷനിലിരിക്കുന്നു, എപ്പോഴും പോലെ ചുമന്ന ലൈറ്റ്, വെള്ള ലൈറ്റ്, കറുത്ത ലൈറ്റ്, ഒന്ന് മാറി ഒന്ന് ഇങ്ങനെ ഒന്നിന് പിന്നെ ഒന്നായിട്ട് കാണുന്നു. അപ്പം അങ്ങനെ ലൈറ്റ് വരുമ്പം ഇദ്ദേഹം കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫോം, ബോഡി ഫോം അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റിലിരിക്കുന്ന പോലെ കാണാൻ പറ്റുന്നു. അത് കണ്ണ് അടച്ചിരുന്നാലും പറ്റുന്നു, കണ്ണ് തുറന്നിരുന്നാലും പറ്റുന്നു. അപ്പോൾ ഇവിടെ രണ്ട് മുക്താനന്ദയായി. ഒരു ഒറിജിനൽ മുക്താനന്ദ, ഇനിയൊന്ന് മുക്താനന്ദയുടെ കൂട്ടുള്ള രൂപം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. അത് ഇദ്ദേഹത്തിന് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഞാനിവിടെ കണ്ണടച്ചിരിക്കുന്നു, ഞാൻ തന്നെ കണ്ണ് തുറക്കുമ്പം അല്ലെങ്കിൽ കണ്ണടച്ചാലും എന്നെ തന്നെ ഓപ്പോസിറ്റിൽ ഫുള്ളായിട്ട് കാണുന്നു. അവിടെ കണ്ണാടിയൊന്നുമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ മുഖം കാണണമെങ്കിൽ, നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ കാണണമെങ്കിൽ ഒരു കണ്ണാടി വേണം. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇദ്ദേഹത്തിന് കണ്ണാടിയൊന്നുമില്ല, എന്നിട്ടും നല്ലപോലെ അദ്ദേഹത്തിൻ്റെ ദേഹത്തിനെ കാണാൻ പറ്റുന്നു. ദിസ് വാസ് അനദർ സോഴ്സ് ഓഫ് വണ്ടർ. വണ്ടർ എന്ന് വെച്ചാൽ അതിശയം. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് ആശ്ചര്യമായിട്ടുണ്ട്, അതിശയമായിട്ടുണ്ട്. അപ്പം അതുമാത്രമല്ല, ഈ മെഡിറ്റേഷനിലിരിക്കുന്നതിന് മുമ്പേ ഇദ്ദേഹം കുറച്ച് എക്സസൈസൊക്കെ ചെയ്യും. എക്സസൈസ് എന്ന് വെച്ചാൽ യോഗ എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിനെല്ലാം പിടികിട്ടിയല്ലോ. മുദ്രകളൊക്കെ ഇടുന്നതും, ഉഡ്യാനബന്ധം, മൂലബന്ധം, ജലേന്ദ്രബന്ധം ഒക്കെ ഇടുന്നതും അതിൻ്റെ റോൾ എന്തുവാ, അതൊക്കെ എങ്ങനെ, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തുവാന്നൊക്കെ ഇദ്ദേഹം പല ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അത് വെച്ച് ഇദ്ദേഹം തന്നെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് മെഡിറ്റേഷനിൽ ഇരിക്കുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ മെഡിറ്റേഷനിൽ ഞാൻ ചെയ്യുന്നത് എനിക്കേ കാണാൻ പറ്റുന്നു. അതൊരു അതിശയം തന്നെയല്ലോ. ഒരു കണ്ണാടിയും ഒരു ഫോട്ടോഗ്രാഫിയും ഒരു മൊബൈലും ഒന്നും ഇല്ലാതെ, ആരും ഒന്നും നമ്മളെ ഫോട്ടോ എടുക്കാതെ നമ്മുടെ രൂപത്തിനെ തന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ കാണുന്നത് ഒരു അതിശയം തന്നെയാണ്. ഓക്കെ, അത് എതിൽ സാധ്യപ്പെടുന്നു? മെഡിറ്റേഷനിലേ നടക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ അതാണ് വിഷൻ ഓഫ് മൈ ഓൺ ഫോം. അദ്ദേഹത്തിൻ്റെ രൂപത്തിനെ തന്നെ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, മെഡിറ്റേഷനിൽ ഓരോ ദിവസം ഓരോ ലോകത്ത് പോകുന്നു, അദ്ദേഹത്തിനെ കാണുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചെറിയ പ്രയാസം, എൻ്റെ ഗുരുദേവനെ കണ്ട് എത്ര നാളായി. അങ്ങനെ അപ്പം ഗുരുദേവനെ മുക്താനന്ദ അത്രയും സ്നേഹിക്കുന്നു, അത്രയും വലിയ ഒരു ഗുരുവായിട്ട് കണ്ട് ഗുരുവിൻ്റെ രൂപത്തിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു ശിഷ്യനാണ്. അപ്പം കുറച്ച് നാളുകൊണ്ട് ഈ നഗാദിൽ കുടിലിൽ തന്നെ ഇരുന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു, പല ലോകങ്ങളിൽ പോയി സഞ്ചരിച്ചിട്ട് വരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് എൻ്റെ ഗുരുജീനെ കണ്ടാൽ കൊള്ളാമല്ലോ. ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ നിന്ന് ആരും വന്ന് കണ്ടില്ല, നമുക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലേ ഒരു മനപ്രയാസം. അതുപോലെ ഇദ്ദേഹത്തിന് എൻ്റെ ഗുരുജിയെ കണ്ടില്ലല്ലോ, കുറേ നാളായല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പം വരുന്നു 3 പേര് ഗണേഷ് പുരിയിൽ നിന്ന് വരുന്നു. ഗണേഷ് പുരിയാണല്ലോ ഭഗവാൻ നിത്യാനന്ദയുടെ ആശ്രമമുള്ള സ്ഥലം. ഗണേഷ് പുരിയിൽ നിന്ന് 3 പേര് വരുന്നു. സന്ദേശം കൊണ്ടാണ് വരുന്നത്, ഗുരുജിയുടെ സന്ദേശം കൊണ്ടാണ് വരുന്നത്.
അപ്പം ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു, എത്ര നാളായി എൻ്റെ ഗുരുജിയെ കണ്ടിട്ട്, എപ്പോൾ എന്നെ വിളിക്കും, എന്താ വെച്ചാൽ നീ അവിടെ പോയി ഇരുന്ന് ചെയ് എന്നാണല്ലോ ഓർഡർ. അപ്പം അത് മീറി ഗുരുജി വിളിക്കാതെ പോകാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിന്. അപ്പോൾ എൻ്റെ ഗുരുജിയുടെ വിളി എന്ന് വരും എന്നിങ്ങനെ കാത്തിരുന്നപ്പോഴാണ് ഗണേഷ് പുരിയിൽ നിന്ന് 3 പേര് വന്ന് ഒരു സന്ദേശം കൊടുക്കുന്നത്. എന്തുവാ, ഗുരുജി നിന്നെ വിളിക്കുന്നു എന്ന്. വളരെ സന്തോഷം. അടുത്ത ദിവസം തന്നെ ഗണേഷ് പുരി പോയി ഗുരുജിയെ കണ്ടു. അപ്പം ഗുരുജി എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു. ഗുരുജി, ഞാൻ മെഡിറ്റേഷനിൽ എന്നെ തന്നെ കാണുന്നു, ചിലപ്പം താങ്കളെ കാണുന്നു, ചിലപ്പോൾ എന്നെ കാണുന്നു, ഇതൊക്കെ പുതിയ പുതിയ അനുഭവങ്ങളാണല്ലോ ഗുരുജി എന്ന് പറഞ്ഞപ്പം ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞ് നിർത്തി. ഓക്കെ, നല്ലത് എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ ഭഗവാൻ നിത്യാനന്ദ പറഞ്ഞത്, നീ ഗൗദേവി എന്നുള്ള സ്ഥലത്ത് പോ. ഈ ഗൗദേവി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരായിരിക്കാം. അവിടെ ഭഗവാൻ നിത്യാനന്ദ ഒരു 3 മുറികളുള്ള ഒരു വീട് പണിഞ്ഞു വച്ചിരിക്കുന്നു. ഗുരുജി നിത്യാനന്ദ പണിഞ്ഞു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്ത വീടായിരിക്കാം, ചുമ്മാതെ എഴുതി കൊടുത്തു കാണും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കാം. ഒരു ഗണേഷ് പുരിയിൽ ആശ്രമമുണ്ട്. അതല്ലാതെ ഈ ഗൗദേവി എന്നുള്ള സ്ഥലത്ത് ഒരു ചെറിയ വീട് പണിഞ്ഞിരിക്കുന്നു. അതിനകത്ത് 3 മുറികളുണ്ട്. അപ്പം സ്വാമി നിത്യാനന്ദ മുക്താനന്ദയെ കണ്ട് പറയുന്നു, നീ അവിടെ പോയിരുന്ന് ധ്യാനം ചെയ് എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. എന്നുവെച്ചാൽ ഈ 3 മുറിയുള്ള വീട് ഗണേഷ് പുരിയിൽ നിന്ന് വലിയ ദൂരമല്ല. അപ്പം ഇദ്ദേഹം രാവിലെയും വൈകുന്നേരവും ഗുരുവിനെ പോയി കാണുക, ഗുരുവിൻ്റെ ദർശനം കിട്ടുക, ചിലപ്പോൾ രാത്രി മുഴുക്ക അവിടെ തന്നെ ഗുരുവിൻ്റെ ഒപ്പം ഇരിക്കുക. എന്നുവെച്ചാൽ ഗുരുവൊക്കെ രാപകലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ രാത്രി മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് സൗകര്യം. എന്നുവെച്ചാൽ പകൽ പൂര ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അവരുടെ പാടും ദുരിതവും പറയാനും സൊല്യൂഷൻസ് കേൾക്കാനും പോം വഴി അറിയാനും ഒക്കെയാണല്ലോ ആളുകൾ വരുന്നത്. അപ്പോൾ പകലൊന്നും ഇവർക്ക് നേരെ ചൊവ്വേ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവരൊക്കെ ഒരു 9 മണിയാകുമ്പോൾ എല്ലാവരെയും പോകാൻ പറഞ്ഞിട്ട് അതിന് പിന്നായിരിക്കും അവരിരുന്ന് ധ്യാനത്തിലിരിക്കുന്നത്. അങ്ങനെ ഗുരുജിയുടെ ഒപ്പം ഇരുന്ന് ധ്യാനം ചെയ്യാൻ വീണ്ടും ഒരു അവസരം കിട്ടി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പം ഇദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഇതിനെക്കുറിച്ചും ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്തുവാ, അതായത് വിഷൻ ഓഫ് വൺസ് ഫോം, അതായത് വിഷൻ ഓഫ് വൺസ് ഓൺ ഫോം, അതായത് അവനോൻ്റെ ദേഹത്തിനെ അവനോൻ കാണുക എന്നുള്ളത് ചില ബുക്കുകളിൽ, യോഗ സംബന്ധിച്ച ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്. അത് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ബോഡി. അപ്പം നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അപ്പം നമ്മളുടെ ഫിസിക്കൽ ബോഡി, ഈ സ്ഥൂല ശരീരം കംപ്ലീറ്റ് ആയിട്ട് അഴുക്കുകളില്ലാതെ നിർമ്മലമായ സ്ഥിതിക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അത് മുക്താനന്ദ വായിച്ചപ്പോൾ മുക്താനന്ദയ്ക്ക് നല്ല ബോധ്യമായി. ഓക്കെ, ശരി. പിന്നെ അദ്ദേഹത്തിൻ്റെ ദേഹമാണെങ്കിൽ മെലിഞ്ഞ് വരിക. അതേ സമയത്ത് ഫുൾ ഓഫ് എനർജി, ശക്തിയുണ്ട്. കാണാൻ മെലിഞ്ഞിരുന്നാലും നല്ല ശക്തിയുണ്ട്, ഒരു ക്ഷീണവും തട്ടിയിട്ടില്ല. എല്ലാ ദിവസവും ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ കൃഷ്ണേശ്വരിയുടെ, അതായത് ഈ ബ്ലാക്ക് ലൈറ്റിൻ്റെ മെഡിറ്റേഷനൊക്കെ തീർന്നു. ആദ്യം റെഡ് ലൈറ്റ് രക്തേശ്വരി, പിന്നെ വൈറ്റ് ലൈറ്റ് ശ്വേതേശ്വരി, പിന്നെ ബ്ലാക്ക് ലൈറ്റ് കൃഷ്ണേശ്വരി. ഇത് 3ഉം കഴിഞ്ഞ് ഇപ്പം അദ്ദേഹം കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഏതിലാണ്? നീലേശ്വരി എന്ന് പറയുന്നത് ബ്ലൂ പേൾ, നീല കളർ മാത്രമല്ല, ബ്ലൂ പേൾ എന്ന് പറയുന്നത് മുത്ത്. പേൾ എന്ന് പറഞ്ഞാൽ മുത്ത്, നീല കളറിലുള്ള മുത്ത്. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മെഡിറ്റേഷനിൽ കാണുന്നത്, 4ാമത്തെ സ്റ്റേജ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ കളറും നമ്മുടെ ദേഹത്തിൻ്റെ ഓരോ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രോസ് ബോഡി എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഇപ്പം നമ്മൾ കോശാസ് കണ്ടില്ല, അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. 5 കോശങ്ങളായിട്ടാണ് നമുക്ക് ബോഡിയെ തിരിച്ചിരിക്കുന്നത്.
അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആവശ്യത്തിന് കണ്ടു, നിങ്ങൾക്കും നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഇത് ഒരു ക്ലാസിഫിക്കേഷൻ. ഇനിയൊരു വിധത്തിൽ പറയുവാണെങ്കിൽ, ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് 7 ലെയർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു ദിവസം നമുക്ക് നോക്കാം. അത് ഇതിനകത്തില്ല. അതുകൊണ്ട് ഇല്ലാത്തത് ഇടയിൽ ഞാനായിട്ട് കൂട്ടിച്ചേർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെ യാതൊരു കലപ്പടവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ. അപ്പം എന്തുവാ പറയുന്നത്, അതായത് ഈ 4 കളറില്ലയോ, റെഡ് ഓറ, വൈറ്റ് ഫ്ലെയിം, ബ്ലാക്ക് ലൈറ്റ്, ബ്ലൂ പേൾ, ഇത് എപ്പോഴും ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇത് 4 നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതികളെയാണ് കാണിക്കുന്നത്. എന്തൊക്കെയാ? ഗ്രോസ്, സട്ടിൽ, കോസൽ, സൂപ്രാകോസൽ. ഇപ്പം ഞാനിത് ഗൂഗിളിലൊക്കെ പോയി മലയാളത്തിലൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയില്ല, മനഃപൂർവ്വം ചെയ്യാത്തതാ. എന്താണെന്ന് വെച്ചാൽ ഇതേ പേരിൽ തന്നെ പോട്ടെ. എന്നുവെച്ചാൽ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും, ചിലപ്പം ശരിയല്ലാതായിരിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു വാക്ക് എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ഇൻ മലയാളം എന്ന് പറയുമ്പം ചിലത് അത് ഗൂഗിളിൽ തരുന്നത് തന്നെ എനിക്ക് അത് തെറ്റാൻ തോന്നും. അതുകൊണ്ട് ഈ പേരിൽ തന്നെ പോട്ടെ. ഗ്രോസ് ബോഡി എന്ന് വെച്ചാൽ ഫിസിക്കൽ ബോഡി, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ബോഡി, അതെല്ലാവർക്കും അറിയാം. അതിനെ ചുറ്റിയാണ് റെഡ് ഓറ കണ്ടത്. പിന്നെ നമ്മുടെ കണ്ണിന് കാണാത്ത സൂക്ഷ്മ ദേഹമാണ് ഈ സട്ടിൽ, കോസൽ, സൂപ്രാകോസൽ, ഇത് 3. അപ്പോൾ ഈ 4 ബോഡിയുടെ ലെയറും 4 കളറായിട്ട് കാണുന്നുണ്ട്. അതായത് അങ്ങനെയെന്ന് വെച്ചാൽ ഒരു കളർ കാണുമ്പം ആ പാർട്ട് ഓഫ് ദ ബോഡി, ആ ദേഹത്തിൽ ആ ഭാഗത്ത് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ ലെയറായിട്ട് കടന്ന് പോയാണ് മെഡിറ്റേഷൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അപ്പം ഇതിനെക്കുറിച്ച് തന്നെ കുറച്ച് പറയുന്നുണ്ട്. അപ്പം ഇത് പറയുന്നത് ദ സെയിൻസ് ഹാവ് കോൾഡ് ദിസ് ആസ് ദ വേ ഓഫ് ദ ഗോഡ്സ്. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഓരോ ലെവലിലായിട്ട് പോയി ധ്യാനം ചെയ്യുമ്പം നമുക്ക് വേറെ പല ദൃശ്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഇതിന് പേരാണ് കുണ്ടലിനി യോഗ. കുണ്ടലിനി യോഗ ഈസ് ദ ഗ്രേറ്റ് യോഗ ആൻഡ് ദ വേ ഓഫ് ഗോഡ് റിവീൽഡ്. അതായത് ഇതാണ് സത്യത്തിലും കുണ്ടലിനി യോഗ എന്ന് പറയുന്നത്. കുണ്ടലിനി യോഗ എന്ന് പറയുമ്പം ഈ കുണ്ടലിനിയെക്കുറിച്ച് തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ചില ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് 99% തെറ്റാണ്. ഇപ്പം നമുക്ക് അതിനകത്തൊരു ചർച്ച വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മളും മെഡിറ്റേഷൻ ചെയ്യുക, നമുക്കും അതിൻ്റെ അനുഭവം വരുമ്പം മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരി, അയാൾ പറഞ്ഞത് തെറ്റ്, നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകൾ ഉണ്ട്. ഒരുപാട് പേര്, അതായത് ഇതിൽ എന്താണോ ഇത്രയും തെറ്റിദ്ധാരണകൾ വരാൻ കാരണം, ആൾക്കാർക്ക് അവനോൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാതെ പലരും പറയുന്നത് കേട്ട് അതിൽ കുറച്ച് സ്വന്തമായിട്ട് കുറേ മസാലയും ഒക്കെ പുരട്ടി പറയുമ്പോഴാണ് അത് തെറ്റായിട്ടുള്ള രൂപത്തിൽ വരുന്നത്. എനിവേ, നമുക്കതിൻ്റെ ഒന്നും ചർച്ചയ്ക്ക് പോകണ്ട. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇത് തന്നെ നമുക്ക് മതി. അപ്പം ഗുരു കടാക്ഷം കൊണ്ട് കുണ്ടലിനി ശക്തി ഉണർന്നു. കുണ്ടലിനി ശക്തിയുടെ ചിത് ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ദൃശ്യങ്ങളെല്ലാം കിട്ടുന്നത്. ഇത്രയും നമുക്ക് അറിഞ്ഞാൽ പോരെ. ഇത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. 4 വായി മാറി പറഞ്ഞ് അതിന് തൂക്കും തുടക്കം വെച്ച് അതിനെ ഇത് ചെയ്യേണ്ട വെർഷനല്ല നമ്മളിപ്പം കാണുന്നത്. ഡയറക്റ്റായിട്ട് അദ്ദേഹം തന്നെ എഴുതിയത്. ചില സമയത്ത് ഒരാൾ പറയുക, ഇനി ഒരാൾ എഴുതും. അത് വേറെ രീതിയിൽ ട്രാൻസ്ലേഷൻ ആകും, വേറെ രീതിയിൽ ബുക്കായിട്ട് വരും. അപ്പോൾ ഓരോ രീതിയിലും ഡൈല്യൂട്ടാകും. ഇതങ്ങനല്ല. അൺഅഡൾട്രേറ്റഡ് എന്ന് വെച്ചാൽ ഇതിൽ യാതൊരു കലർപ്പും ഇല്ലാതെ സ്വാമി മുക്താനന്ദ തന്നെ സ്വയം എഴുതിയ ചിത് ശക്തി വിലാസ് എന്നുള്ള പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്.
ഓക്കെ, സോ ഇത് നമുക്ക് ധാരാളമായിട്ട് വിശ്വസിക്കാം, ധൈര്യമായിട്ട് ഇതിനെ വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഇതാണ് ഈ കുണ്ടലിനി യോഗ എന്ന് പറയുന്നതും, ഇതാണ് പാത്ത് ടു ലിബറേഷൻ. ഈ പാത്ത് ടു ലിബറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ മുക്തിക്കുണ്ടായ വഴി. ഇപ്പം നമ്മുടെ ചാനലും അതാണ്, കൈലാസ് ചാനലിന് ഞാൻ പേരിട്ടാലും അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നിരിക്കുന്നത്, ചാനലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുക്തി നേടാൻ ഒരു വഴി എന്നുവെച്ചാൽ, മുക്തി നേടാൻ എത്രയോ വഴികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വഴി പിടിച്ച് നമ്മൾ മുന്നേറിപ്പോയാൽ നമുക്ക് മുക്തി നേടാമെന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. അപ്പോൾ ഈ കുണ്ടലിനി യോഗ എന്ന് പറയുന്നത് ഒരു വഴിയാണ്. അപ്പോൾ ഇതാണ് സിദ്ധന്മാർ കണ്ടുപിടിച്ച വഴി. അപ്പം ഈ ശരിക്കും ലിബറേറ്റായ മുക്തി കിട്ടിയ സിദ്ധന്മാർക്കെല്ലാം ഇത് കുണ്ടലിനി ഉണർന്നിട്ടുണ്ട്, കുണ്ടലിനി മേളിൽ കയറിപ്പോയിട്ടുണ്ട്. സഹസ്രദളത്തിൽ ഇരിക്കുന്ന പരമശിവൻ, അതായത് സദാശിവൻ എന്ന് പറഞ്ഞ ശക്തിയോട് ഇണഞ്ഞിട്ടുണ്ട്. അത് ഓരോ ലിബറേറ്റഡ് സിദ്ധനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ദിസ് ഈസ് ദ പാത്ത് ഓഫ് ലിബറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഇനിയൊരു കാര്യം ഇദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നീ കുണ്ടലിനിയെ പൂജിച്ചാൽ, കുണ്ടലിനി ശക്തിയെ പൂജിച്ചാൽ, ആ ചിത് ശക്തി നിങ്ങളുടെ ദേഹത്ത് ഉണർന്നാൽ, ആ ചിത് ശക്തി എന്ന് പറയുന്ന മഹാമായ ദേവി നിനക്ക് ഈ ലോകത്ത് വേണ്ടിയ സുഖസൗകര്യങ്ങളെല്ലാം തരും, മറുലോകത്ത് വേണ്ടിയ സുഖസൗകര്യങ്ങളും തരും. സുഖസൗകര്യം എന്ന് വെച്ചാൽ നിനക്ക് മുക്തിയും കിട്ടും. ഇപ്പോൾ ഈ ലോകത്ത് നിനക്ക് ജീവിക്കാൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതെല്ലാം തരും. മറുലോകത്ത് എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചേ പിന്നീട്, നമ്മുടെ ദേഹം മരിച്ചേ പിന്നീട് മേളിൽ പോകുമ്പം അവിടെയും നിനക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിത്തരും. അതായത് മുക്തി കിട്ടും. ഇൻ ഷോർട്ട്, മുക്തി കിട്ടും എന്നാണ് പറയുന്നത്. ഏത്? ഈ കുണ്ടലിനി യോഗ. അപ്പം ഇതിലെ ഈ ബ്ലൂ അക്ഷസ, അതായത് ഈ നീല കളർ വന്ന് മെഡിറ്റേഷനിൽ അറിയുന്നു. ഇതിൽ നീല ബിന്ദു, ദേവിയെ എങ്ങനെ ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിക്കുന്നത്? ബിന്ദു മണ്ഡല വാസിനി. ബിന്ദു എന്ന് പറയുന്നത് ആ സെൻറ്റർ പോയിൻ്റാണ്. ഈ 2 ഡയമെൻഷനിൽ കണ്ടാൽ ശ്രീചക്രം, 3 ഡയമെൻഷനിൽ കണ്ടാൽ മഹാമേരു. അപ്പം ശ്രീചക്രമാണെങ്കിലും മഹാമേരുവാണെങ്കിലും അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ബിന്ദു എന്ന് വെച്ചാൽ ഒരു പുള്ളി, ഒരു പോയിൻ്റ്. അപ്പോൾ ഇത് ഇവിടെ ആ നീല കളർ കാണുന്നു, ആ നീല കളറിൻ്റെ നടുക്ക് നീല ബിന്ദു കാണുന്നു. അതാണ് പേൾ, ബ്ലൂ പേൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ പേൾ ഓഫ് ഇൻഫിനിറ്റ് പവർ. ഇൻഫിനിറ്റ് പവർ എന്ന് വെച്ചാൽ അതിൻ്റെ പവറിനെ ആർക്കും പറഞ്ഞ് അറിയിക്കാനൊക്കത്തില്ല, പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനൊക്കത്തില്ല. അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ബ്ലൂ പേൾ. അപ്പം ഇത് ആ ബ്ലൂ പേളിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് അങ്ങനെ പൊട്ടുന്ന പോലെ, തെറിക്കുന്ന പോലെ കണ്ണ് തിളങ്ങും, കിടന്ന് ഉരുളും. കണ്ണിൻ്റെ ഇമ അങ്ങനെ നിൽക്കും, തുറിച്ച് നോക്കുന്ന പോലെ നിൽക്കും. കണ്ണിനെ അടയ്ക്കാനും ഒക്കത്തില്ല, തുറക്കാനും ഒക്കത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ പോകും. അപ്പം ആ ബിന്ദുവിൻ്റെ പ്രകാശത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ മയങ്ങിയിരിക്കുന്നത്. അതേപോലെ ഐ സോ എ ന്യൂ ലൈറ്റ് ഔട്ട്സൈഡ് ഓൾസോ. അത് വെളിയിലും പുറത്തും ഒരു ലൈറ്റ് കാണുന്നുണ്ട് മെഡിറ്റേഷനിൽ. അതിൻ്റെ പേര്, അതിനെ ഇദ്ദേഹം എങ്ങനെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് കുണ്ടലിനി മഹാമായ. കുണ്ടലിനി മഹാമായ വുഡ് അപ്പിയർ ബിഫോർ മീ ഇൻ മെനി ഡിഫറെൻറ്റ് ഫോംസ്. അപ്പം ഉള്ളിൽ എൻ്റെ 3-ാം കണ്ണിലാണ് ഈ ബ്ലൂ പേൾ കാണുന്നത്, ഈ നീല ബിന്ദു കാണുന്നത്.
അദ്ദേഹത്തിൻ്റെ ദേഹത്തിൻ്റെ വെളിയിൽ പുറമേ കാണുന്നത് പല പല കളറുകളിലും പല പല രീതിയിലും രൂപങ്ങളിലും പല ദൃശ്യങ്ങൾ കാണുന്നുണ്ട് മെഡിറ്റേഷനിൽ. അതിനെയൊക്കെയാണ് കുണ്ടലിനി മഹാമായ എന്ന് പറയുന്നത്. മഹാമായ തന്നെയല്ലോ. കുണ്ടലിനി എന്ന് പറയുന്നത് ദേവിയാണ്, ദേവി തന്നെയാണ് മഹാമായ, ഇല്ലേ? അപ്പം വുഡ് അപ്പിയർ ബിഫോർ മീ ഇൻ മെനി, അതായത് സുപ്രീം. അപ്പോൾ ഈ കുണ്ടലിനി മഹാമായ ഏത് രൂപത്തിൽ വന്നാലും ഇപ്പം സ്വാമി മുക്താനന്ദ ഭയങ്കര ഉഷാറാണ്. എന്നുവെച്ചാൽ പണ്ടൊക്കെയാണ് ഈ വസ്ത്രമില്ലാതൊക്കെ വന്നപ്പോൾ ഇദ്ദേഹം വേറെ എന്തൊക്കെയോ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി, അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പം വളരെ ക്ലിയറാണ് ഇപ്പോൾ. ഏത് രൂപത്തിൽ ഈ കുണ്ടലിനി ശക്തി, ചിത് ശക്തി തോന്നിയാലും, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തോന്നിയാലും അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം ഇത് മഹാമായയാണ്. കുണ്ടലിനിയുടെ കളികളിൽ അങ്ങേ അറ്റത്തെ കളിയാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം അതാണ് ഏത് രൂപത്തിൽ വന്നാലും അതിനെ സുപ്രീം ശക്തി, ഈ അങ്ങേയറ്റത്തെ ശക്തി, അതാ പരാശക്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം അതായത് ദ ഗോഡസ് ചിത്തി, അതാണ് ചിത് ശക്തി എന്ന് പറയുന്നത്. കുണ്ടലിനി ശക്തിയെ തന്നെയാണ് ചിത് ശക്തി എന്ന് പറയുന്നത്. അപ്പം ഈ നീലലൈറ്റ് വന്നും പോയിരിക്കും. അപ്പോൾ കണ്ണ് രണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷ്ണമണിയൊക്കെ അകത്തോട്ട് പോയി പിരിയത്തിൻ്റെ മേളിൽ എവിടോ ഒളിഞ്ഞിരിക്കുന്ന മാതിരിയാണ് ഈ കണ്ണുകൾ അങ്ങ് പോകുന്നത്. ഈ കറുത്ത കൃഷ്ണമണിയൊന്നും കാണാനേ ഇല്ല, വെളുത്ത ഭാഗം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പം ഈ തലച്ചോറിൽ എന്തൊക്കെയോ നടക്കുന്നു. അതുകൊണ്ടാണ് ഈ കണ്ണൊക്കെ മേളിൽ പോകുന്നത്. അത് നമുക്ക് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പിയേഴ്സിങ് ഓഫ് ദ ഓപ്റ്റിക്കൽ ചക്ര. അപ്പോൾ ഈ ഓപ്റ്റിക് കയാസ്മ, ഓപ്റ്റിക്കൽ ചക്ര, അതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ എവിടെ നടക്കുന്നത്? മിഡ് ബ്രെയിൻ, തലച്ചോറിൻ്റെ നടുഭാഗത്ത്. അപ്പം ക്രേനിയൽ റീജനിൽ എന്തൊക്കെയോ നടക്കുന്നു. അപ്പം ഇദ്ദേഹം പറയുന്നത് അവിടെ തന്നെ, അതായത് ഇദ്ദേഹം പറയുന്നത് സത്യമാണ്. അതായത് ആജ്ഞാചക്രത്തിനും സഹസ്രാരത്തിനും ഇടയിൽ തന്നെ ഇവിടെ കുറേ ചക്രങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒരുപാടൊന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ആർക്കും അറിഞ്ഞുകൂടാന്നല്ല. ഈ സിദ്ധന്മാർക്കെല്ലാം നല്ലപോലെ എല്ലാത്തിനെയും അറിയാം, എല്ലാത്തിനെയും കണ്ടിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ ഇത് കണ്ടവരും അനുഭവിച്ചവരൊന്നും വെളി പറയത്തില്ല. വെളിയിലിങ്ങനെ ചുമ്മാ കിടന്ന് പറയുന്നവർ കണ്ടിട്ടില്ല എന്നർത്ഥം. അതാണ് എൻ്റെ സത്യം. തമിഴിലൊരു ചൊല്ലുണ്ട്, കണ്ടവർ വിണ്ടിലർ, വിണ്ടവർ കണ്ടില്ലർ. കണ്ടവർ വിണ്ടിലർ, കണ്ടവരൊന്നും ഇതിനെക്കുറിച്ച് വെളി പറയത്തില്ല. വിണ്ടവർ, പറഞ്ഞവരെല്ലാം കണ്ടില്ലർ, ഇനിയും കണ്ടിട്ടില്ല. അതായത് കുണ്ടലിനി ശക്തിയുടെ യഥാർത്ഥ രൂപം അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പല പുസ്തകത്തിലും പഠിച്ചിട്ട് അവരുടെ സ്വന്തം കൽപ്പനാശക്തിയിലും ഉദിച്ച പോലെ, അല്ലെങ്കിൽ പലരും പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ഇവരായിട്ട് ഒന്ന് വെളി പറയും. അത് ശരിയല്ല. അപ്പം ഈ ആജ്ഞാചക്രത്തിനും സഹസ്രാര ചക്രത്തിനും ഇടയിൽ തന്നെ കുറേ ചക്രങ്ങളുണ്ട്. ആ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആവുക. ആക്ടിവേറ്റ് ആകുന്നതെന്ന് വെച്ചാൽ ആ ചക്രാസിനെയൊക്കെ കുണ്ടലിനി ശക്തി ക്ലീൻ ചെയ്യുക. എന്നുവെച്ചാൽ ഇതെല്ലാം കടന്നു വേണം അവിടെ പോകാൻ. സഹസ്രാരത്തിൽ സഹസ്രദള പത്മത്തിൽ നടുക്ക് സദാശിവൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പരമേശ്വരൻ അവിടെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ആ പരമേശ്വരൻ്റെ കൂടെ പോയി ചേരാനാണ് ഈ കുണ്ടലിനിയുടെ പുറപ്പാട്, ഇല്ലേ? അപ്പം വഴിയിലുള്ളതിനെല്ലാം ശുദ്ധം ചെയ്ത് മേളി കയറിപ്പോവുക. അപ്പോൾ ഇതെല്ലാം ഇപ്പം നല്ലപോലെ മുക്താനന്ദയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അടുത്തത് ബ്ലൂ പേൾ. ആ ബ്ലൂ പേളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതും ചെറുതാണ്. ബ്ലൂ പേൾ, 4ാമത്തെ ലൈറ്റ്. അങ്ങനെ പിന്നെ ഒരു വലിയ ചാപ്റ്ററുണ്ട്. അപ്പം നമുക്ക് ധൃതിയൊന്നുമില്ല, പതുക്കെ പോകാം.
അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് തീർക്കാം. അടുത്ത വീഡിയോയിൽ ആ ബ്ലൂ പേളിനെ കുറിച്ചും പറയാം. എന്താ വെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാലും നമുക്കും ഒരു കൺഫ്യൂഷനാണ്, ഇല്ലയോ? നമുക്കെന്തോ ധൃതി, നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവിടുന്നു. ഒരാൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് തരുന്നെങ്കിൽ അതിനെ നമ്മൾ കേൾക്കുക, മനസ്സിലാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടി ഇതിനകത്ത് ഒന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അറിവ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിന് സ്വാമി മുക്താനന്ദയ്ക്ക് കോടി 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 നമസ്കാരം, നന്ദി. നാളെ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.